നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. ആലപ്പുഴ ജില്ലയിൽ KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. KCC ബിൽക്കോണിൻ്റെ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പറവൂർ കഴിഞ്ഞേച്ച് പിന്നെ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചും കൂടിയാണ്. നമ്മളിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് കളർകോട് ഭാഗത്തായിട്ടാണുള്ളത്. കളർകോട് നിന്നും നമ്മുടെ അമ്പലപ്പുഴ വരെയുള്ള NH66 ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ കളർകോട് വരെയുള്ള കാഴ്ചകൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പം ചിന്മയ വിദ്യാലയ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പം നമുക്ക് നോക്കുമ്പം ഈ ഒരു ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കൊല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇടത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയും പിന്നെ ഇത്രയും ഭാഗം KCC ബിൽക്കോൺ ടാറിങ് കഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇടയ്ക്ക് ഇനി നമ്മുടെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. ആലപ്പുഴ എറണാകുളം ഡയറക്ഷനിലോട്ട് വരുന്ന വാഹനങ്ങൾ ഇപ്പം ടാർ ചെയ്ത വശത്തോടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ ചിന്മയ വിദ്യാലയമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ ഭാഗത്തോട്ടാണ് വരുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. പറവൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കപ്പക്കട തൊട്ട് പിന്നെ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലോട്ടാണ് പിന്നെ നമ്മൾ കയറുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കണം. ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ വരെയാണ് വലത്തേ സൈഡിൽ സർവീസ് റോഡിൽ കൂടി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കൂടുതലും അമ്പലപ്പുഴ വരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വണ്ടാനമൊക്കെ കഴിഞ്ഞേച്ച് വരുമ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇതിനിടയ്ക്കായിട്ട് വെച്ച് തന്നെ 6 വരിയിൽ 3 വരി ടാർ ചെയ്ത ഭാഗത്തോടെയൊക്കെ കടത്തി വിടുന്നുണ്ട്. കൂടുതലും സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രത്തോളം മണ്ണടിച്ച് നികത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഗ്യാപ്പുണ്ട്. ഗ്യാപ്പിലിങ്ങി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ്. നമ്മളിപ്പം പറവൂർ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് ചുമന്ന മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പം ഒരു ഡൈവർഷൻ ഉണ്ട്. നേരത്തെ ആ ഡൈവർഷൻ ഇല്ലായിരുന്നു. സർവീസ് റോഡിലോട്ട് ഡൈവർഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് വരികയാണ്. പറവൂർ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പക്കട അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ കപ്പക്കട അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം കുറേ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുന്നത്. അപ്പോൾ ഇടത്തേ സൈഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടില്ല കൂടുതലായിട്ട്. ഇടത്തേ സൈഡിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. വലതുഭാഗത്തായിട്ട് അണ്ടർപാസ് വരുന്നതിൻ്റെ വലതുഭാഗത്തായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ സ്ലാബ് വരെ വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പകുതിയോളം അണ്ടർപാസിൻ്റെ ഭാഗം മണ്ണിട്ട് നികത്തിയെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും. ഇനി ഇടത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ട് നിടാനായിട്ട് ബാക്കി ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് കപ്പക്കട അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ളത്. കപ്പക്കട അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് എല്ലായിടത്തും അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയത്. ഈ ഒരു ഭാഗത്തായിട്ട് ഏറ്റവും അവസാന ഘട്ടത്തിലായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നമ്മളിനി നേരെ അറവുകാട് ഹൈസ്കൂൾ വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പുന്നപ്പറ അണ്ടർപാസാണ് നമ്മൾ ദൂരെ കാണുന്നത്. ഇത്രയും ഭാഗത്തെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തായിട്ടുള്ള ടാറിങ് വർക്കുകളും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചതുപോലുള്ള മാറ്റങ്ങളാണുള്ളത്. വേറെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. പറവൂർ കഴിഞ്ഞ് കപ്പക്കട കഴിഞ്ഞ് പിന്നെ പുന്നപ്പറ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അപ്രോച്ച് റോഡുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കാനുള്ളത്. അപ്പം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മൾ പുന്നപ്പറ ഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ വരുമ്പം ഇവിടെ ഇപ്പം മണ്ണിട്ട് കുറച്ച് ലെവലാക്കി വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ വലിയ പുരോഗമിച്ചിട്ടൊന്നുമില്ല. വിശ്വസമുദ്രയുടെ റീച്ചിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം നമ്മൾ സ്ലോയിലാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ KCC ബിൽക്കോണിലാണ് കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിലൂടെ പണി സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തുറവൂർ മുതൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോ എല്ലാം ഇതിൻ്റെ ബാക്കി നിന്ന് വരുന്ന വീഡിയോ ആണ്. അതായത് തുറവൂർ മുതൽ
ചേർത്തല വരെ ഒന്ന്, ചേർത്തല ബൈപ്പാസ്, ചേർത്തല എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ, പിന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ, ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാണുന്ന വീഡിയോ, അതായത് അമ്പലപ്പുഴ വരെയുള്ള ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ നമ്മളിനി നേരെ വരുന്നത് പുന്നപ്പുറ കഴിഞ്ഞേച്ച് കളിത്തട്ട് ജംഗ്ഷൻ മിൽമാടെയൊക്കെ ഔട്ട്ലെറ്റ് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. വേറെ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല. ഇന്ന് പണിയും നാളെ പണിയും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എത്തുമ്പം, അതായത് നമ്മൾ പുന്നപ്പുറ KCB സബ്സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ തുരന്ന് വലത്തേ സൈഡിലായിട്ട് ഇട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. മാത്രമല്ല പഴയ പോസ്റ്റൊക്കെ ഇപ്പോഴും നിലവിൽ നിൽപ്പുണ്ട്. ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അല്ലാതെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കുറവന്തോട് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുറവന്തോട് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പിന്നെ വരാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ഇടത്തേ സൈഡിലായിട്ട് കാണുന്ന ഭാഗത്ത് മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ ഇല്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല. കുറച്ച് മാത്രം മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവന്തോട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടാനം മെഡിക്കൽ കോളേജ് വരുന്ന ഭാഗത്തേക്കാണ്, ആ ഒരു ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പണി കഴിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്, കുറേ നാളിന് മുമ്പേ പണി കഴിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. ഇപ്പം വലത്തേ സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വലത്തേ സൈഡിലായിട്ട് അവിടെ മതിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവിടെ പാറ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. അയ്യപ്പൻ ക്ഷേത്രമൊക്കെ വരുന്ന ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അതാണ്ട് ഇവിടെ ഇച്ചിരി ടാറിങ് വർക്കുകൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ പിന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങളുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം വണ്ടാനം മെഡിക്കൽ കോളേജ് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അത് നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും വലത്തേ സൈഡിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇടത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ആദ്യം ഇടത്തേ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിൽ കുറച്ച് നേരത്തെ കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു വ്യത്യാസം ഇടത്തേ സൈഡിൽ പുതിയതും പഴയതുമായിട്ടുള്ള ടാറിങ്ങിൻ്റെ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇടത്തേ സൈഡിലിപ്പം പുതിയതായിട്ട് ഇടത്തേ സൈഡിൽ ചെയ്തതാണ്. ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് പിന്നെ വാൾ ബ്ലോക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇടതുഭാഗത്തായിട്ടാണ് കുറച്ച് നീളത്തിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഇനി ഇടത്തേ സൈഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് വരികയാണ്. വണ്ടാനം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ വരുന്നത് നീർക്കുന്നം ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ നീർക്കുന്നം ഭാഗത്തേക്ക് വരുമ്പം വലത്തേ സൈഡിലായിട്ടുള്ള പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് മാത്രമായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പഴയ പോസ്റ്റ് വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നിരയായിട്ട് നിൽപ്പുണ്ട്. എടുത്ത് മാറ്റാനായിട്ട് പണി അതിൻ്റെ ബാക്കി കിടക്കുകയാണ്. ഇവിടെ പഴയ റോഡ് കുറച്ച് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിയും വലതുഭാഗത്ത് GSB ഒക്കെ ഇട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന പണിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്ത് സർവീസ് റോഡിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഫിനിഷായി കുറച്ച് കിടക്കുകയാണ്. എങ്കിലും 3 വരിക്കായിട്ട് വീതിക്ക് ടാർ ചെയ്ത വശത്തോട് കൂടിയാണ് വാഹനങ്ങൾ കൊല്ലം ഡയറക്ഷനിലോട്ടും എറണാകുളം ഡയറക്ഷനിലോട്ടും പോകുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് കണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് കുത്തിയിളക്കിയിട്ടിരിക്കുന്നത് JCBക്ക് കോരി ടിപ്പറിനകത്ത് കയറ്റി പല സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നീർക്കുന്നം കഴിഞ്ഞേച്ച് ഇനി നേരെ വളഞ്ഞവഴി ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ വളഞ്ഞവഴി ഭാഗത്ത് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം വലത് ഭാഗത്തായിട്ട് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം കഴിഞ്ഞിട്ടുണ്ട്. വേറെ പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വളഞ്ഞവഴി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് എത്തിയിട്ടില്ല. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ സമരത്തിലായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് പിന്നെ വേറെ നമുക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടായിരിക്കണോ ഇവിടെ ഈ ഒരു ഭാഗത്ത് പണി ഇപ്പം സ്ലോവിൽ പോകുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലാണ്ട് ഇത്രത്തോളം നീളത്തിൽ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കക്കാഴം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലപ്പുഴ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്.
അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ ഇടത്തെ ഈ സൈഡിൽ കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഗർഡറുകൾ വെച്ചതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ. 2 മാസത്തിന് ശേഷമാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഈ ഒരു ഭാഗത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/12/2025 അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള കുളത്തിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുളം ഇനി അടിച്ച് നികത്തണം എന്നുള്ള പണിയായിരിക്കും ഇനി വരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം പണിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നേരെ മുമ്പോട്ട് നമ്മളിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ചെറിയൊരു മിനി ഫ്ലൈ ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. ഗർഡറുകൾ വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടില്ല. പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് അവർ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഒരു ചെറിയൊരു വഴി അവിടെ പണിഞ്ഞിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മിക്കവാറും അവിടെ ഒരു ഡൈവർഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏത് നിമിഷവും രാത്രി യാത്രക്കാർ ശ്രദ്ധിക്കുക, ചിലപ്പം വഴി തിരിച്ചു വിടാനുള്ള സാഹചര്യം ഉണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് വലത്തേ സൈഡിൽ എത്രത്തോളം ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ പിന്നെ വാൾ ബ്ലോക്ക് വലത്തേ സൈഡിലായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടത്തേ സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് കളർകോട് മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. കാത്തിരിക്കുക.